ചാവേറുകളെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അത്യന്തം ഗൗരവതരമായ ഒരു സമ്പ്രദായമായിരുന്നു ചാവേർ സമ്പ്രദായം. ഇപ്പോഴും പലയിടത്തും നമ്മൾ പലപ്പോഴും കറണ്ട് അഫയേഴ്സിലൊക്കെ കേൾക്കാറുള്ളതാണ്. 47 അംഗ ചാവേർ സൈന്യം എന്നാണ് ഇന്നത്തെ ടോട്ടോച്ചാന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ തലക്കെട്ട്. കൊബയാഷി മാസ്റ്ററുടെ അധ്യയന സമ്പ്രദായം അദ്വിതീയമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ സാമാന്യം ഉയർന്ന അളവിൽ തന്നെ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ടോമോയിൽ നടപ്പാക്കിയിരുന്ന യൂറിത്മിക്സ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഭക്ഷണ സമയത്തെ ആചാര മര്യാദകളും മെല്ലെ ചവയ്ക്കും പാട്ടും പതിവുള്ള സായാഹ്ന സവാരികളും ഒക്കെ ഈ സ്വാധീനത്തിന്റെ ഫലമാണ്. ഊണിന് മുമ്പ് ഇത്രയും പറഞ്ഞ പോലെ പയ്യച്ചവയ്ക്കും പാട്ട് ഓർമ്മയില്ലേ? അതിന് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ റോ 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 യുവർ ബോട്ട് അതിൻ്റെ രീതിയിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പല തരത്തിലും കൊബയാഷി മാസ്റ്ററുടെ എതിർ പതിപ്പാണ് സ്കൂളിലെ തന്നെ മറുയാമ മാസ്റ്റർ. അദ്ദേഹമാണ് ഹെഡ് മാസ്റ്ററുടെ വലം കൈ. സാധാരണ സ്കൂളിലെ ഭാഷയിൽ പറഞ്ഞാൽ ടോമോ ഗക്കുവാന്റെ വൈസ് പ്രിൻസിപ്പൽ. വട്ടക്കുന്ന് എന്ന് അർത്ഥം വരുന്ന വാക്കാണ് മറുയാമ. ആ പേര് പോലെ തന്നെ ഒരു സമ്പൂർണ്ണ ഗോളമായിരുന്നു അദ്ദേഹത്തിന്റെ തല. പിന്നിൽ ചെവിയുടെ നിരപ്പിലായി നരയൻ മുടിയുടെ ഒരു അവ്യക്ത രേഖ ഒഴിച്ചാൽ ആ തലയിലെങ്ങും ഒരു രോമം പോലുമില്ല കണ്ടെടുക്കാൻ. ചുവന്നു തൊടുത്ത കവിളുകളും വിശാലമായ വട്ടക്കണ്ണടയും. കാഴ്ചയിൽ മാത്രമല്ല കാര്യത്തിലും ഉണ്ടായിരുന്നു ഇവരിരുവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മറുയാമ മാസ്റ്റർ ചൈനീസ് ശൈലിയിലുള്ള ക്ലാസിക്കൽ പദ്യങ്ങൾ ഭക്തിരസം കവിയുന്ന സ്വരത്തിലാണ് പാടുന്നത്. ഒരു ഡിസംബർ 14 രാവിലെ അദ്ദേഹം ടോമോ ഗക്കുവാനിലെ മുഴുവൻ വിദ്യാർത്ഥികളോടുമായി ഒരു പ്രഖ്യാപനം നടത്തി. ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുൻപ് 47 അംഗ ചാവേർ സൈന്യം തങ്ങളുടെ മഹത്തായ പ്രതികാരം നിറവേറ്റിയ ദിനമാണ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ ദിവസം. ആയതിനാൽ അവരുടെ ശവകുടീരങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇന്നത്തെ ദിവസം നമ്മൾ സംഗ്യാക്യുജി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വിവരം രക്ഷകർത്താക്കളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. മറുയാമ മാസ്റ്ററുടെ ഈ പരിപാടിയെ, അതായത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോകുന്ന ഈ യാത്രയെ ഹെഡ് മാസ്റ്റർ എതിർത്തില്ല. കൊബയാഷി മാസ്റ്റർ എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നറിയാം, എതിർക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് സമ്മതമായിരിക്കും. ഏതായാലും ചാവേർ വീരന്മാരായ 47 പേരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുക എന്ന ആശയം കുട്ടികൾക്ക് അത്യന്തം ആവേശജനകമായിരുന്നു. പുറപ്പെടും മുമ്പ് മറുയാമ മാസ്റ്റർ എല്ലാ കുട്ടികളോടുമായി ആ കഥ പറഞ്ഞു കൊടുത്തു. നമുക്കും കേൾക്കാം. പുകൾപെറ്റ 47 അംഗ ചാവേർ സംഘത്തിന്റെ കഥ. അസാനോ തമ്പുരാന്റെ വിശ്വസ്തരും ധീരന്മാരുമായ ആ അനുയായികൾ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മരണം വരിച്ച തങ്ങളുടെ യജമാനന് വേണ്ടി പ്രതികാരം ചെയ്യാൻ 2 വർഷത്തോളം തക്കം പാർത്തിരുന്നു. കൂട്ടത്തിൽ 47 പേരെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതീവ ധൈര്യശാലിയായ റീയി അമനോയ എന്ന വ്യാപാരി. അദ്ദേഹം ഒരു പടയാളി ആയിരുന്നില്ല, എങ്കിലും പടയാളികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ വിതരണം ചെയ്തത് അദ്ദേഹമാണ്. ഒടുവിൽ ശക്തനായ ഷൊഗൻ പടത്തലവന്മാരുടെ ഉദ്യോഗസ്ഥന്മാരാൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ റീയി അമനോയ ഒരു പുരുഷനാകുന്നു. ഒരു രഹസ്യവും അദ്ദേഹം പുറത്തുവിട്ടില്ല. എത്ര പീഡനങ്ങൾക്കിരയായിട്ടും ഒരു വാക്കുപോലും ഉരിയാടിയില്ല, ഒന്നൊഴികെ. ഞാൻ റീയി അമനോയ ഒരു പുരുഷനാകുന്നു. കുറ്റസമ്മതം ഒന്നുമില്ല, ഒന്നും ആരെയും ഒറ്റുകൊടുത്തുമില്ല. മറുയാമ മാസ്റ്റർ പറഞ്ഞ കഥയുടെ കൂടുതൽ ഭാഗങ്ങളും കുട്ടികൾക്ക് മനസ്സിലായില്ല. ചെറിയ കുട്ടികളല്ലേ, എങ്കിലും അവർക്കതൊരു ആവേശമായിരുന്നു. അന്നത്തെ ക്ലാസ്സുകളൊക്കെ കളഞ്ഞ് ദൂരേക്കൊരു യാത്ര, അതും കുഹോബത്സു ക്ഷേത്രത്തെക്കാൾ അകലെയുള്ള ഒരിടത്തേക്ക് കാൽനടയായുള്ള യാത്ര. വഴിയിലെ രസകരമാകാൻ പോകുന്ന ഭക്ഷണവേളകൾ. ഹെഡ് മാസ്റ്ററോടും മറ്റ് അധ്യാപകരോടും ഒക്കെ യാത്ര പറഞ്ഞ് മറുയാമ മാസ്റ്റർ മുമ്പിലും 50 ടോമോ വിദ്യാർത്ഥികൾ പിന്നിലുമായി ഒരു ഘോഷയാത്ര പോലെ അവർ പുറപ്പെട്ടു. കുട്ടികളുടെ നീണ്ട നിരയിൽ അവിടെവിടെയായി ചിലർ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ റീയി അമനോയ ഒരു പുരുഷനാകുന്നു. ശരിയായ അർത്ഥമൊന്നും മനസ്സിലാവാതെ ഈ ഒരു വാചകം അവരെല്ലാവരും തന്നെ പിടിച്ചെടുത്തിരുന്നു. പെൺകുട്ടികളും ഉജ്ജ്വലമായ ആ പ്രഖ്യാപനം ആവർത്തിച്ചു. കുഞ്ഞു ടോട്ടോ പറയുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഞാൻ റീയി അമനോയ ഒരു പുരുഷനാകുന്നു.
വഴി യാത്രക്കാർക്ക് പെൺകുട്ടികളും കുഞ്ഞിട്ടോട്ടോ അടക്കമുള്ള പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നത് തിരിഞ്ഞു നിന്ന് ചിരിക്കാൻ ഒരു വക നൽകി. സെങ്ക്യാക്യുജിയിലേക്ക് ടോമോ ഗക്വാനിൽ നിന്ന് 7 മൈലോളം ദൂരമുണ്ട്. പക്ഷെ മോട്ടോർ വാഹനങ്ങൾ വിരളമാണ്. അന്നത്തെ കാലമല്ലേ. ഡിസംബറിലെ ആകാശമാണെങ്കിലോ മേഘരഹിതമായി പരന്നു കിടക്കുന്നു. ദൂരം അത്രയും കുട്ടികൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസം താണ്ടി. ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു. ഇടയ്ക്കിടയ്ക്ക് മുഷ്ടി ചുരുട്ടി ഗർജിച്ചുകൊണ്ടിരുന്ന അവർക്ക് ദൂരം അത്രയല്ല, അതിൽ കൂടുതലായാലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. സെങ്ക്യാക്യുജിയിൽ എത്തിയതും മറുയാമ മാസ്റ്റർ ഓരോ കുട്ടിക്കും ഓരോ ചന്ദനത്തിരിയും ഏതാനും പുഷ്പങ്ങളും നൽകി. ചെറിയൊരു ക്ഷേത്രം, കുഹോൻബെറ്റ്സുവേക്കാൾ ചെറുതാണ്. പക്ഷെ ചുറ്റും നിരനിരയായി ധാരാളം കല്ലറകൾ. ഓർമ്മയുണ്ടല്ലോ, 47 അംഗ ചാവേർ സൈന്യമാണ്. തിരിയും പൂക്കളും കല്ലറകളിൽ അർപ്പിക്കുന്ന ആ മുഹൂർത്തത്തിൽ ടോട്ടോച്ചാന്റെ മനസ്സ് ഭക്തി ആദരങ്ങളാൽ നിറഞ്ഞു. കൂപ്പ് കൈകളോടെ അവൾ അവിടെ നിന്നു. 47 അംഗ ചാവേർ സൈന്യത്തിന്റെ വീരസ്മരണ കൊണ്ട് പരിപാവനമായ സ്ഥലമല്ലേ അവൾ മനസ്സിലോർത്തു. മറുയാമ മാസ്റ്ററെ അനുകരിച്ച് കുട്ടികളൊക്കെ തല കുനിച്ച് മിണ്ടാതെ നിന്നു. സാന്ദ്രമായൊരു മൗനം കുട്ടികളെ ആകെ മൂടി. ഇത്രയേറെ നിശബ്ദത ടോമോ വിദ്യാർത്ഥികൾക്ക് അപരിചിതമായിരുന്നു. കാരണം ടോമോ ഗക്വാനിൽ കുട്ടികൾക്ക് യഥേഷ്ടം സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും സദാ എന്തെങ്കിലുമൊക്കെ പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പുകപടലങ്ങൾ കല്ലറകളിൽ നിന്ന് കുമിഞ്ഞുയർന്നു. ഒരുപാട് നേരം അത് വായുവിൽ വിചിത്രമായ ചിത്രങ്ങൾ വരഞ്ഞുകൊണ്ട് പൊങ്ങി പൊങ്ങി നടന്നു. വിചിത്രങ്ങളായ ഒരുപാട് ചിത്രങ്ങൾ. അതിൽ പിന്നീട് എപ്പോഴൊക്കെ ചന്ദനത്തിരിയുടെ രൂക്ഷഗന്ധം ഉയർന്നോ അപ്പോഴെല്ലാം കുട്ടികൾ മറുയാമ മാസ്റ്ററെയും ധീരനായ റീ അമനോയെയും ഓർത്തു. ആ ഗന്ധം, ചന്ദനത്തിരിയുടെ ഗന്ധം, അവർക്ക് നിശബ്ദതയുടെ ഗന്ധം കൂടിയായി മാറി. 47 അംഗ ചാവേർ സൈന്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടികൾക്ക് മനസ്സിലായി കാണാൻ ഇടയില്ല. പക്ഷെ ഒന്നുണ്ട്, ആ ധീര പുരുഷന്മാരെ കുറിച്ച് ഇത്രയേറെ അഭിമാനത്തോടെ ആദരവോടെ സംസാരിക്കുന്ന മറുയാമ മാസ്റ്ററോട് ഹെഡ് മാസ്റ്ററോടുള്ള അത്രയും തന്നെ അടുപ്പവും ആദരവും മറ്റൊരു തരത്തിലാണെങ്കിലും കുട്ടികൾക്ക് അന്നേ ദിവസം മുതൽ തോന്നിത്തുടങ്ങി. വട്ടക്കണ്ണടയുടെ തടിച്ച ചില്ലുകൾക്കുള്ളിൽ നിന്ന് തെളിവാർന്നു നിൽക്കുന്ന ആ കൊച്ചു കണ്ണുകളെയും പൊണ്ണൻ ശരീരവുമായി എപ്പോഴും പിണങ്ങി നിൽക്കുന്ന ആ മൃദുല ശബ്ദത്തെയും നമ്മുടെ കൊച്ചു ടോട്ടോച്ചാൻ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങി അന്നു മുതൽ. 47 അംഗ ചാവേർ സൈന്യത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും ധീരതയുടെ പര്യായമായ ധാരാളം മിടുക്കികളും ഉണ്ടായിരുന്നു. ആരെങ്കിലും ഓർമ്മ വരുന്നുവെങ്കിൽ താഴെ കമന്റിൽ കുറിക്കുമല്ലോ. നമുക്ക് നാളെ വീണ്ടും